ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 5.25% തുടരും. വായ്പകളുടെ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. ധനനയ സമിതി യോഗശേഷമാണ് റിസർവ് ബാങ്ക് ഗവർണറുടെ പ്രഖ്യാപനം വരുന്നത്. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. നോബിൾ, പലിശ നിരക്കിൽ മാറ്റമില്ല. ഏത് രീതിയിലായിരിക്കും ഇത് ഗുണം ചെയ്യുക? വിനിത, റിപ്പോ നിരക്കുകൾ 5.25% നിലനിർത്താൻ ഇപ്പോൾ RBI തീരുമാനിച്ചിരിക്കുന്നു. പലിശ നിരക്കിൽ അടക്കം മാറ്റം ഉണ്ടാകില്ല എന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇപ്പോൾ അറിയിക്കുന്നത്. പണനയ സമിതിയുടെ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സാമ്പത്തിക വളർച്ച, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബജറ്റ് അത് സുസ്ഥിര വികസനത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അത് മാത്രമല്ല, ഇന്ത്യ അമേരിക്ക കരാറുണ്ട്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറുണ്ട്. ഇത്തരത്തിൽ വിവിധ സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ റിപ്പോ നിരക്ക് 5.25 എന്ന നിലയിൽ നിലനിർത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ 5.5 നിന്ന് 0.25 കുറച്ചാണ് ഇപ്പോൾ ഈ നിരക്ക്, അതായത് 5.25 നിരക്കിലേക്ക് റിസർവ് ബാങ്ക് നേരത്തെ ഈ റിപ്പോ നിരക്ക് എത്തിച്ചത്. അതിൽ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറയുമ്പോൾ പലിശ നിരക്കിലടക്കം മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഈ റിപ്പോ നിരക്ക് കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ തരത്തിൽ പലിശ നിരക്ക് വർദ്ധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുമായിരുന്നു. എന്താണെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. കൃത്യമായ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ട്. അത് മാത്രമല്ല, ഈ സാമ്പത്തിക സ്ഥിരത അടക്കം മുന്നോട്ട് പോകുന്ന സാഹചര്യം കൃത്യമായി തന്നെ സുസ്ഥിര വികസനത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോ നിരക്കുകളിൽ മാറ്റം ഇല്ലാതെ തുടരുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.